പേര് നിയാസ്. ഞാൻ ബ്രോട്ടോടൈപ്പിൻ്റെ QA ടീമിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വിൻഡോസിൽ നമ്മുടെ പൈത്തൺ ജാങ്കോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങളൊരു ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് ജസ്റ്റ് പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓപ്പൺ ആവുന്ന ഒരു വെബ്സൈറ്റ് python.org എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് എന്നൊരു ടാബ് കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് ദി ലേറ്റസ്റ്റ് വേർഷൻ ഫോർ വിൻഡോസ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പൈത്തൺ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആ ഡൗൺലോഡ് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ തുറന്നു വരുന്നുണ്ടാവും. അപ്പോൾ അതിന് താഴെ നമുക്ക് ആഡ് python.exe to path എന്നുള്ളൊരു പോർഷൻ കാണും. അവിടെ ആ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ എന്നുള്ള സാധനം ക്ലിക്ക് ചെയ്യുക. സോ അതിപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. സോ ഈ പൈത്തൺ ഇൻസ്റ്റാൾ എന്ന് പറയുന്നത് ഇത്ര സിമ്പിൾ പ്രോസസ്സാണ്. ജസ്റ്റ് സെർച്ച് ചെയ്യുക, ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഡൗൺലോഡ് ഫയൽ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുന്നതിന് മുമ്പ് ആകെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ആ ഒരു പാത്ത് എന്നുള്ള ഒരു ടിക്ക് മാർക്ക് കൊടുക്കുന്ന സാധനം മറന്നു പോകരുത്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എൻവിറോൺമെൻറ്റ് വേരിയബിളും ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ആ ഒരു പാത്തുള്ള സാധനം ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഈ ഒരു വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ പൈത്തൺ സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് CMD എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഈ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പൈത്തൺ സക്സസ്ഫുൾ ആയി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പൈത്തൺ സ്പേസ് -- വേർഷൻ ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പൈത്തൻ്റെ വേർഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ പൈത്തൺ സക്സസ്ഫുൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് നമുക്കൊരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ മൾട്ടിപ്പിൾ പ്രൊജക്ട്സിലൊക്കെ ഒരേ സമയത്ത് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒരു പ്രൊജക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ജാങ്കോയുടെ വേർഷൻ ആയിരിക്കില്ല അടുത്ത പ്രൊജക്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ വേറെ ലൈബ്രറീസിൻ്റെയൊക്കെ വേർഷൻസ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൊജക്റ്റിനും നമ്മൾ ഓരോ വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ എൻവിറോൺമെൻറ്റ് അകത്തോടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ പാക്കേജസും ലൈബ്രറീസും എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ഒരേ സമയത്ത് വർക്ക് ചെയ്യുമ്പോഴും ഈ ഒരു വേർഷൻ കോൺഫ്ലിക്റ്റ് വരില്ല. അതല്ലെങ്കിൽ നമ്മൾ ഗ്ലോബലി നമ്മുടെ സിസ്റ്റത്തിലോട്ട് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ വേറെ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന പഴയ പ്രൊജക്ട്സ് ആയിരിക്കും. അപ്പോൾ അതിൽ പൈത്തൺ ജാങ്കോയുടെ പഴയ വേർഷൻസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഈ പുതിയൊരു വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഒരു പഴയ വേർഷനോട് കോൺഫ്ലിക്റ്റ് അടിക്കും, വർക്കാവുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റിനും ഒരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൈത്തൺ ഒരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് പൈത്തൺ -mvenv അത് വെർച്വൽ എൻവിറോൺമെൻറ്റ്. ഇനി ഇതിനകത്തോട്ട് നമ്മളൊരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ഒരു നെയിം കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നെയിം കൊടുക്കാം. ഇപ്പോൾ ഒരു ENV1 അല്ലെങ്കിൽ ENV1 അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഈ വെർച്വൽ എൻവിറോൺമെൻറ്റ് ഒരു നെയിം കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിന് നെയിം കൊടുത്തു, ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെർച്വൽ എൻവിറോൺമെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതിപ്പോൾ ഒരു എൻവിറോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ എൻവിറോൺമെൻറ്റ് അകത്തോട്ട് കയറണം. അതായത് ആ എൻവിറോൺമെൻറ്റ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എൻവിറോൺമെൻറ്റിൻ്റെ പേര് env1/scripts/activate എൻ്റർ അടിക്കുക. സോ ആ എൻവിറോൺമെൻറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളിപ്പോൾ ആ എൻവിറോൺമെൻറ്റ് അകത്തോട്ട് കയറിയത്. ഇനി വേണം നമുക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഈ പിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈത്തണിൻ്റെ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഓരോ ലൈബ്രറീസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. കുറേ നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജാങ്കോ അല്ലാണ്ട് കുറേ ലൈബ്രറീസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ആ സമയത്തൊക്കെ കുറേ ഫ്രെയിം വർക്ക്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും ജാങ്കോ അല്ലാതെ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പിപ്പ് യൂസ് ചെയ്ത് നമ്മൾ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക. ഈ പിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈത്തൺ ഡൗൺലോഡ് ചെയ്ത സമയത്ത് തന്നെ പൈത്തൻ്റെ കൂടെ നമ്മളെ സിസ്റ്റത്തിൽ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് പിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പിപ്പ് യൂസ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫ്രെയിം വർക്ക്സും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ അടിക്കുക. ഓക്കെ, ഇപ്പോൾ ജാങ്കോ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ജാങ്കോ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൈത്തൻ്റെ വേർഷൻ ചെക്ക് ചെയ്ത പോലെ തന്നെ ജാങ്കോയുടെ വേർഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ജാങ്കോ -admin സ്പേസ് -- വേർഷൻ ടൈപ്പ് ചെയ്യുക.
നമുക്ക് ജാങ്കോ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജാങ്കോയുടെ വേർഷൻ അവിടെ കാണിക്കും. ഏത് വേർഷനാണ് ഇൻസ്റ്റാൾ ആയിട്ടെന്നുള്ളത് നമുക്കവിടെ കാണിക്കും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ജാങ്കോ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ജാങ്കോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചു. ഇനി എങ്ങനെയാണ് ജാങ്കോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതായത് നമുക്കിപ്പോൾ എല്ലാം സെറ്റപ്പ് ആയി, നമ്മുടെ സിസ്റ്റം പൈത്തൺ ജാങ്കോ എല്ലാം ആയി. ഇനി നമുക്ക് അതിലൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജാങ്കോ -admin സ്റ്റാർട്ട് പ്രൊജക്റ്റ്. നമ്മൾ ജാങ്കോയിൽ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജാങ്കോ -admin സ്റ്റാർട്ട് പ്രൊജക്റ്റ്. ഇനി നമുക്ക് ആ പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കാം. നമുക്കിവിടെ ജസ്റ്റ് പ്രൊജക്റ്റ് 1 എന്നോ എന്തെങ്കിലും പേര് കൊടുക്കാം. നമ്മൾ പ്രൊജക്റ്റ് 1. ഇപ്പോൾ പ്രൊജക്റ്റ് 1 എന്നുള്ള പേരിൽ നമ്മൾ ജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് Django/-admin സ്റ്റാർട്ട് പ്രൊജക്റ്റ്. പിന്നെ ആ പ്രൊജക്റ്റിന് എന്താണോ നെയിം കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആ പ്രൊജക്റ്റ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ അകത്തോട്ട് കയറണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ യൂസർ എന്നുള്ളതിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ യൂസർ എന്നുള്ളതിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുന്നത്. അതിന്ന് നമുക്ക് നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ അകത്തോട്ട് കയറണം. അപ്പോൾ അതിന് നമുക്ക് CD സ്പേസ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുക, പ്രൊജക്റ്റ് 1. ഈ CD എന്ന് പറയുന്നത് ചേഞ്ച് ഡയറക്ടറി എന്നാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഡയറക്ടറിയിൽ നിന്ന് വേറൊരു ഡയറക്ടറിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് കൊടുക്കുന്നൊരു കമൻറ്റാണ് CD എന്ന് പറയുന്നത്. അപ്പോൾ CD നമ്മുടെ പ്രൊജക്റ്റ് നെയിം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മൾ ജാങ്കോ പൈത്തൺ എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് പൈത്തൺ manage.py റൺ സെർവർ എന്ന് കൊടുക്കുക. നമ്മൾ പൈത്തണിൻ്റെ പ്രോജക്റ്റ് റൺ ചെയ്യുന്നത് എങ്ങനെയാണ്? പൈത്തൺ manage.py റൺ സെർവർ. നമ്മൾ റൺ സെർവർ എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ പൈത്തൺ പ്രോജക്റ്റ് സക്സസ്ഫുള്ളി റൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലിങ്ക് കാണാൻ പറ്റും. സെർവർ ഈ ലോക്കൽ ഹോസ്റ്റിൻ്റെ ഒരു ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം, എൻ്റർ അടിക്കാം. ഓക്കെ, അത് ഇൻസ്റ്റോൾ വർക്ക് സക്സസ്ഫുള്ളി കൺഗ്രാജുലേഷൻ ഒരു സ്ക്രീൻ, ഒരു വിൻഡോ നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല പ്രോജക്റ്റിനകത്ത്, ജസ്റ്റ് ഒരു ഹോം സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ജാങ്കോവും പൈത്തണും സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ജാങ്കോയിൽ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ ഇനി വരുന്ന ട്യൂട്ടോറിയൽസിലെല്ലാം നമ്മളൊരു പൈത്തൺ ജാങ്കോയുടെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇത്രയും നമ്മളെ വിൻഡോസിൽ പൈത്തൺ ജാങ്കോ സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക.